ഇത്രയും ദിവസം പുറത്തു വന്ന L2ൻ്റെ ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോഴത്തേക്കും എനിക്ക് ഏറ്റവും സർപ്രൈസിംഗ് ആയിട്ട് തോന്നിയത് ഗെയിം ഓഫ് ത്രോൺസിൽ സെർബ്രോൺ എന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ച ജെറോൺ ഫ്ലിന്നിൻ്റെയാണ്. ബാക്കിയൊന്നും അത്ര ത്രില്ലിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. പിന്നെ കഴിഞ്ഞ ദിവസമാണ് ടോവിനിയുടെ ക്യാരക്ടർ അവർ പുറത്തു വിട്ടത്. പിന്നെ ഇന്ന് പുറത്തു വന്ന പൃഥ്വിരാജിൻ്റെ ക്യാരക്ടറായ സായിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടറും റിവീലിങ്ങും അവർ പുറത്തു വിട്ടിരുന്നു. അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇന്ന് വൈകിട്ട് എന്തായാലും ലാലേട്ടൻ്റെ ക്യാരക്ടർ പോസ്റ്റ് ആയിരിക്കും പുറത്തു വരുന്നതെന്ന്. അതെന്തായാലും കൺഫേം ആയി. പക്ഷേ ഇതൊന്നുമല്ല ഏറ്റവും ത്രില്ലടിപ്പിക്കുന്ന കാര്യം. ഇന്ന് പുറത്തു വന്ന സായിദ് മസൂദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ റിവീലിങ്ങിൽ പൃഥ്വിരാജ് പറയുന്നുണ്ട് എബ്രഹാം ഖുറേഷി എന്ന് പറയുന്ന ഈ വലിയ ഗ്യാങ്ങിനെതിരെ നിൽക്കുന്ന ഒരു ഫോഴ്സ്, അതിനെക്കുറിച്ച് ഇതുവരെ അവർ നല്ലൊരു റിവീലിംഗ് നടത്തിയിട്ടില്ല. എന്തായാലും അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ തരാതെയാണ് പൃഥ്വിരാജ് ആ വീഡിയോ അവസാനിപ്പിച്ചത്. പക്ഷേ സോഷ്യൽ മീഡിയയിലും മറ്റും അവിടെ എവിടെയെല്ലാം കിടന്ന് കറങ്ങുന്ന റൂമേഴ്സ് എന്ന് പറയുന്നത് ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് സിനിമയിലൂടെയും നിഞ്ച അസസിൻ സിനിമയിലൂടെയും ഫെമിലിയർ ആയ ഒരാളാണ് റിക്യൂൺ. കുറച്ചാൾക്കും പുറത്തു വന്ന ഒരു ക്യാരക്ടർ പോസ്റ്റർ വെച്ചും റിക്യൂണിൻ്റെ വിക്കിപീഡിയ റൂമേഴ്സും മറ്റു കാര്യങ്ങളെല്ലാം വെച്ചും ഒരുപാട് പേര് കമ്പയർ ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടർ പോസ്റ്റർ കാണുന്ന റിക്യൂൺ ആണെന്ന്. എന്തായാലും ഈ ഒരു ക്യാരക്ടർ റിവീലിങ്ങിനൊന്നും റിക്യൂണിനെ കുറിച്ചും അല്ലെങ്കിൽ മറ്റ് അപ്ഡേറ്റിലൊന്നും എങ്ങും റിക്യൂണിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും അവർ കൊടുത്തിട്ടില്ല. എന്തായാലും വലിയൊരു സർപ്രൈസ് ഈ സിനിമയിൽ എന്തായാലും ഒളിഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷേ ഇത്ര നാളും വന്ന ക്യാരക്ടർ റിവീലിങ്ങിലും മറ്റു കാര്യങ്ങളൊന്നും വരാത്തതുകൊണ്ട് ഇത്രയുള്ളതെന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ ശരിക്കും ഒരു സർപ്രൈസ് ഉണ്ട്. അതറിയണമെങ്കിൽ എന്തായാലും സിനിമ വരുന്നവരെന്തെങ്കിലും കാത്തിരിക്കണം.